പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും ആയുർവേദ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ടി.വി. ശാന്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര കേണമംഗലം കഴകത്തിൽ 2025 മാർച്ച് 1 മുതൽ 9 വരെ തീയതികളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഔഷധക്കഞ്ഞി വിതരണവും ആയുർവേദ ക്ലാസും സംഘടിപ്പിച്ചത്. കഴകം പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി.വി. ശാന്ത ഉദ്ഘാടനം ചെയ്തു. സംവിധാനം മുമ്പ് ഉണ്ടായിരുന്നു. എന്റേത് ഒരറിവിൽ നമ്മുടെ വീട്ടിൽ വെള്ളരി നടാറുണ്ട്. ഒരു വർഷക്കാലം വെള്ളരി തന്നെയാണ് കറി. അത് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ വീടിന്റെ ഇവിടെ തൂക്കിയിടുക ചെയ്യല്, ഈ ഓലക്ക് കെട്ടി തൂക്കിയിടും. അത് ഒരു വർഷം അത് നമുക്ക് കറിക്ക് ഉപയോഗിക്കും. പിന്നീട് മഴക്കാലത്തെല്ലാം നമ്മളെ കുപ്പയിലെല്ലാം എല്ലാം ചീര, അതേപോലെ വെണ്ട, ഇങ്ങനെയെല്ലാം നമ്മളെ കുപ്പയിൽ തന്നെ ഉണ്ടാക്കി അതാണ് നമ്മൾ ഭക്ഷിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ഫാസ്റ്റ് ഫുഡ് എല്ലാവരും വരുമ്പോൾ ഒരു കൊട്ടയിൽ വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അതേ വേണ്ടു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി.പി. ലത വിശിഷ്ടാതിഥിയായി, പ്രേമജ ടീച്ചർ അധ്യക്ഷയായി, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് C.H. യശോദ, വനിതാ കമ്മിറ്റി സെക്രട്ടറി നളിനി രാജീവൻ, ലക്ഷ്മിയമ്മ, അമ്മിണിയമ്മ, C.H. ബിന്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ആയുർവേദ ക്ലാസിന് ഡോക്ടർ G.K. സീമ നേതൃത്വം നൽകി. ഋതുക്കളാണ് ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് പ്രകടമായിട്ട് ചൂടുകാലം, മഴക്കാലം, തണുപ്പ് കാലം, വസന്തകാലം, ഇങ്ങനെ 4 ഋതുക്കളാണ്. ഈ ഋതുക്കളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ചര്യകളെ, ശീലങ്ങളെ ആ താളത്തിനൊപ്പം ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. കാരണം ഓരോ ഋതുക്കളിലും നമ്മൾ എന്തൊക്കെ ഋതുചര്യകൾ ചെയ്യണം, എന്തൊക്കെ ദിനചര്യകൾ ചെയ്യണം എന്നൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളൊരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രകൃതി മഴയുടെ വർഷകാലത്തിന്റെ കുപ്പായം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കും വേണം അത്തരത്തിലുള്ള മാറ്റങ്ങളും ചര്യകളും. വേനൽ ചൂടിൽ നിന്ന് മഴത്തുള്ളി തണുപ്പിലൂടെ പ്രകൃതി സഞ്ചരിക്കുമ്പോൾ നമുക്കും വേണം ആയുർവേദത്തിന്റെ കരുതലും ചികിത്സകളും. സീനെറ്റ് ന്യൂസ്, നീലേശ്വരം.